welcome back to my channel. It's me, എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേസ്. അപ്പോൾ നമ്മൾ എന്ന് വെച്ചാൽ ഒരു അടിപൊളി കിടക്കാച്ച അൺബോക്സിംഗ് വീഡിയോ ആണ്. അതിന് മുമ്പത്തെ വീഡിയോ കണ്ടിട്ടുണ്ടാവും, ഒരു ഫോൺ വാങ്ങാൻ പോകുന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞ വീഡിയോ എന്തായാലും അടുത്ത് തന്നെ വരുന്നത്. അപ്പോൾ നമ്മൾ ഇത് അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഫോണും കാര്യം ഇതിനകത്തുണ്ട്. ഇതാണ് നമ്മുടെ ഫോൺ. ഇപ്പം ഇതിനകത്ത് ഫോണൊന്നും ഇല്ല, ഇപ്പം ഫോണിലാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ക്ലിയറും ക്ലാരിറ്റിയും കാര്യങ്ങളൊന്നും പറയാം. പിന്നെ ഇതിനകത്ത് വാറണ്ടി കാർഡും അതൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെന്താണെന്ന് വെച്ചാൽ ഇതെന്ത് സംഭവങ്ങളുണ്ട്, ഇതൊക്കെ വീട്ടിൽ എന്തായാലും പറയുന്നുണ്ട്. നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്തുക. അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് ഫ്രണ്ട്സ്. അപ്പം നമുക്ക് നേരെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പം ഫസ്റ്റ് തന്നെ 2 കവറാണുള്ളത്. ഇങ്ങനെ 2 കവറെന്ന് കാണാം. പക്ഷെ അത് എൻ്റെ അനിയത്തിക്ക് വാങ്ങിച്ചിട്ട് ഫോണാണ്, സാംസങ്ങിൻ്റെ ഫോൺ തന്നെയാണ്. അതിന് അൺബോക്സിങ് വീഡിയോ അവരുടെ സെമീസ് വേൾഡ് എന്ന ചാനൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാത്തവരും കാണാം. ഫസ്റ്റ് നമ്മുടെ കവറിലുള്ളത് നമ്മുടെ സാംസങ് ഗാലക്സി A71 എന്ന ഫോണാണ്. പിന്നെ ഇതിനകത്ത് വരുന്നത് ഇതിൻ്റെ വാറണ്ടി കാർഡും പൈസയുടെ കടലാസും ഒക്കെയാണ്. അത് തന്നെയാണ് നമ്മുടെ വാറണ്ടി കാർഡായിട്ട് വരുന്നത്. പിന്നെ ഇവർ സ്പെഷ്യലായിട്ട് ഇതൊരു ഓഫറിൻ്റെ സമയത്ത് പോയി വാങ്ങിച്ച ഫോണാണ്. അപ്പോൾ അതിന് ഡിസ്കൗണ്ടും കാര്യങ്ങളും കിട്ടി. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇത് ഇവരെ മൈജിയുടെ ഷോറൂം 15 വർഷമായി, അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റും കാര്യം അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണിത്. ഇതിൽ 60 ലക്ഷത്തിലധികം നന്ദി അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് ഓൺലൈനിലൊക്കെ പർച്ചേസ് ചെയ്യാൻ, ഓർഡർ ചെയ്യാനൊക്കെ സംഭവങ്ങളൊക്കെ സെറ്റാക്കി ഇവർ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തും കൂടി എന്തോ ഒരു സാധനം കൂടി ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗിഫ്റ്റ് കൂപ്പണാണ്. ഇത് ഗിഫ്റ്റ് കൂപ്പണാണ്. 1500 രൂപയുടെ ഒരു ഗിഫ്റ്റ് കൂപ്പൺ ഇതിനകത്ത് കിട്ടിയിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ യൂസ് ചെയ്തിരുന്നു ആ സമയത്ത് തന്നെ. ഈ നമ്മുടെ എയർപോർട്ടൊക്കെ മേടിച്ചിരുന്നു. പിന്നെ നമുക്ക് നേരെ ഫോണിലേക്ക് കിടക്കാൻ പോകുന്ന ഫോൺ ഫസ്റ്റ് തന്നെ ഓപ്പൺ ചെയ്യാം. അപ്പോൾ കാണാൻ തന്നെ ഒരു അട്രാക്റ്റിംഗ് ലുക്കൊക്കെ ഉണ്ട്. ബോക്സിൽ തന്നെ വലിയ തോതിൽ A71 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ മുകളിൽ ബ്രാൻഡിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, സാംസങ് ഒക്കെ. ഫോൺ ഞാനിപ്പോൾ എടുത്ത കളർ വെച്ചാൽ ഗ്രേ കളറാണ്. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സൈഡിൽ ഒരു പാവക്കുഞ്ഞിനൊക്കെ വെച്ചിട്ടുണ്ട്. അത് തലയാട്ടി കൊണ്ട് നിൽക്കും, അത് ഡിസൈന് വേണ്ടി വെച്ചതാണ്. അപ്പോൾ ഫോണിൻ്റെ സൈഡ് ഭാഗത്ത് ഇതിൻ്റെ സാറ് വഴിയും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ സൈഡിലായിട്ട് സാംസങ് ഗാലക്സി A71 എഴുതിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ റാമും റോമൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ 8GB റാം 128 ഇൻറ്റേർണൽ സ്റ്റോറേജിൽ ഫോണാണ് ഞാൻ യൂസ് ചെയ്തത്. വീഡിയോ ഒക്കെ പർപ്പസിനൊക്കെ വേണ്ടി നമ്മുടെ സ്റ്റോറേജ് വേണ്ടി റൗണ്ടാണ് ഇതെടുത്തത്. നമുക്ക് നേരെ നമ്മുടെ ഫോൺ അൺബോക്സ് ചെയ്യാം. പിന്നെ ഒരു കത്തി യൂസ് ചെയ്തിട്ട് നമ്മുടെ 2 സൈഡ് സ്റ്റിക്കറും മുറിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ബോക്സ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ ചാനലിലെ 4ാമത്തെ അൺബോക്സിങ് വീഡിയോ ആണ്. ഇപ്പം ആദ്യമായിട്ടാണ് ഒരു ഹ്യൂജ് സംഭവമൊക്കെ അൺബോക്സ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബോക്സ് എടുത്തിട്ട് ബോക്സിൻ്റെ മുകൾ ഭാഗം എടുത്ത് വെച്ചിട്ടുണ്ട്. മുകൾ ഭാഗം എടുത്ത ശേഷം തന്നെ നമ്മുടെ ഫോൺ അതിൻ്റെ അടുത്ത് നിന്ന് മാറ്റി വെച്ചു. അപ്പം നമ്മുടെ സൈഡ് ബോക്സിനകത്ത് ഉണ്ടായത് ഒരു സാംസങ് ഇതൊരു കവർ ഉണ്ടായിരുന്നു. അപ്പം ഇതിനകത്ത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ TPU കേസൊക്കെയാണ്. TPU കേസ്, യൂസർ മാനുവൽ, ഗൈഡ് കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്തുള്ളത്. സിം റിജക്ടർ ടൂളൊക്കെ ഇതിനകത്ത് തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ കിട്ടുന്നത് നമ്മുടെ സിം ഇജക്ടർ ടൂളാണ്. ഇത് ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ സിം ഇജക്ടർ ടൂള്. വലിയ തോതിൽ വലിയതൊന്നല്ല, ചെറിയൊരു സിം ഇജക്ടർ ടൂൾ തന്നെയാണ്. ചില ഫോണിലൊക്കെ വലിയ പിടിക്കുന്ന ഭാഗമൊക്കെ ഉണ്ടാവും, ഇത് ചെറുത് തന്നെയാണ്. പിന്നെ ഇതാ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡൊക്കെ ഇതിലുണ്ട്. ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് അങ്ങനത്തെ പേപ്പർ വർക്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെന്താണ് ഒറിജിനൽ ലുക്ക് ഗൈഡ് അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. വാറണ്ടി ഗാർഡലൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ TPU കേസ്. നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഗ്രേഷ് കളറായ ഒരു TPU കേസാണ്. അധികം പ്യുവർ വൈറ്റ് ഒന്നല്ല, ഒരു ചെറിയ ഗ്രേഷ് കളറൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫോണിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് നമുക്ക് നമ്മുടെ ഫോണ് ഒന്ന് എടുക്കാം. അപ്പോൾ നമ്മൾ ഫോൺ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഫോൺ എടുക്കുമ്പോൾ തന്നെ ഒരു ഗ്രേ കളറാണ് ഞാൻ ചൂസ് ചെയ്ത കളർ വെച്ചാൽ. കാരണം വെച്ചാൽ നമ്മുടെ ക്യാമറ മൗണ്ടൊക്കെ ഒരു ബ്ലാക്കാണ്. അപ്പോൾ നമ്മളെ ബ്ലാക്കും ഗ്രേയും നല്ലൊരു കോമ്പിനേഷൻ ഉണ്ടാണ് ഞാൻ ഗ്രേ കളർ എടുത്തത്. പിന്നെ ഇതിനകത്ത് പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നുമില്ല. നമ്മുടെ ചാർജർ ഉണ്ട്, 25 വാട്ട് ഫാസ്റ്റ് ചാർജറാണ്. അപ്പോൾ നമ്മുടെ ചാർജറാണ് 25 വാട്ടിന് നല്ല ഫാസ്റ്റ് ചാർജറാണ്. സൂപ്പർ ഫാസ്റ്റ് ചാർജർ അതിന് മുകളിൽ തന്നെ ഇതിൽ കാണാം. സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് ആണ്. 25 വാട്ടിൻ്റെ ആണ് സംഭവം. പിന്നെ ചാർജർ വരുന്നത് സാധാരണ ഇതല്ല, C ടൈപ്പ് ടു C ടൈപ്പ് എന്ന സംഭവമാണ് ഈ ചാർജറായിട്ട് വരുന്നത്. ഇപ്പോൾ ഈ 25 വാട്ടെന്ന് പറയാൻ പറ്റില്ല, ഇൻ ഹാൻഡ് ഫീലൊക്കെ ഇല്ല, ചെറിയൊരു ചാർജർ തന്നെയാണ്.
നമ്മുടെ വാട്ട് കൂടുന്നതനുസരിച്ച് ചാർജിങ് സൈസും കൂടുന്നില്ല. 25 വാട്ട് ചെറുത് തന്നെയാണ്. പിന്നെ നമുക്ക് ചാർജിങ് കേബിളായി കിട്ടുന്നത് C ടൈപ്പ് ടു C ടൈപ്പ് തന്നെയാണ്. ഇതാണ് നമ്മുടെ ചാർജിങ് കേബിൾ. നമുക്കിതൊന്ന് പുറത്തേക്ക് എടുത്ത് നോക്കാം. നല്ല ക്വാളിറ്റിയുള്ള ഒരു ചാർജിങ് കേബിൾ തന്നെയാണിത്. വലിയ ഇഷ്യൂവും കാര്യങ്ങളൊന്നുമില്ല. നല്ലൊരു കവറിങ് പാക്കിലൊക്കെ തന്നെയാണ് വരുന്നത്. നല്ല C ടൈപ്പ് ടു C ടൈപ്പ് തന്നെയാണ് ചാർജിങ് വരുന്നത്. അപ്പം ഇത് വൈകിയുള്ളൊരു റിവ്യൂ ആണ്. ഇത് എനിക്ക് അറിയുന്നത് പോലെ ഞാൻ ചെയ്യുന്ന കുറച്ച് റിവ്യൂവും കാര്യങ്ങളൊക്കെ. ഇത് ശരിക്കും സംഭവമൊന്നും എനിക്കറിയില്ല. അറിയുന്ന രീതിയിൽ ചെയ്യുന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ്. പിന്നെ എല്ലാ ഫോണിലും ചില ഫോണിലൊന്നും നമ്മുടെ ഇയർഫോണൊന്നും കിട്ടാറില്ല. പക്ഷേ സാംസങ്ങിൻ്റെ അധിക ഫോണിൽ ഇയർഫോൺ മസ്റ്റായിട്ട് അവർ നൽകുന്നുണ്ട്. അതൊരു നല്ല കാര്യം തന്നെയാണ്. ചില ഫോണിലൊന്നും ഇയർഫോൺ അവർ നൽകുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഈ ബോക്സിനകത്ത് ഉണ്ടായത്. നമുക്ക് നേരെ ഫോണിലേക്ക് അടക്കാം. ഫോൺ നമുക്ക് അതിൻ്റെ മുകളിൽ റാപ്പ് ചെയ്തൊരു കവറുണ്ട്. അത് നമുക്ക് ഊരി മാറ്റാം. അപ്പോൾ നമുക്കിതൊന്ന് ഊരി മാറ്റി കൊടുക്കാം. അപ്പം നമ്മുടെ ഫോൺ ഇതാണ് ഒരു പഞ്ച് ഹോൾ ക്യാമറ ഒക്കെ വരുന്ന, മിഡിലായിട്ടൊരു പഞ്ച് ഹോൾ ക്യാമറ ഒക്കെ വരുന്ന ഒരു നല്ല ഡിസൈൻ തന്നെയാണ്. നോച്ചൊക്കെ അധികം കാണുന്നില്ല. നോച്ച് കുറച്ച് അകത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലാണ്. ഇത് നല്ല വലിയൊരു ഡിസ്പ്ലേ ഒക്കെ തന്നെയാണ്. പിന്നെ ഇതിന് ക്വാഡ് ക്യാമറ സെറ്റപ്പാണ്. 4 ക്യാമറ ഒരു ഫ്ലാഷുമാണ്. പിന്നെ സാംസങ്ങിൻ്റെ ബ്രാൻഡിംഗ് ഒക്കെ നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫോണിൻ്റെ സ്റ്റൈൽ വെച്ചാൽ ഇങ്ങനെ ചതുരം കണക്കത്തൊരു ഫോണാണ്. നമുക്കിത് വെച്ചാൽ ഡിസൈൻ വരുന്നത്. ഇനി നമുക്ക് നമ്മുടെ TPU കേസിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല പെർഫെക്റ്റ് ആയി ഫിറ്റായി നിൽക്കുന്നുണ്ട്. ഒരു ഇഷ്യൂ കാര്യങ്ങളൊന്നുമില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. നമ്മുടെ ക്യാമറയൊന്നും പുറത്തേക്ക് തള്ളി നിൽക്കുന്നില്ല. TPU കേസ് ഇട്ട് നല്ല ഒരേപോലെ തന്നെയാണ് നമ്മൾ വരുന്നത്. നമുക്ക് നമ്മുടെ ഫോൺ ബൂട്ട് ചെയ്യാം. നമുക്ക് എത്ര ടൈം പിടിക്കുമെന്ന് നമുക്ക് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഫോൺ ഏകദേശം 27 സെക്കൻഡ് എടുത്തു ഒന്ന് ബൂട്ടായി വരുമ്പോൾ. അത് സെക്കൻഡ് ടൈമാണ് ബൂട്ട് ചെയ്തെടുക്കുന്നത്. ഫസ്റ്റ് ടൈം ഞാനൊരു കിട്ടും അവിടെ നിന്ന് തന്നെ ഷോപ്പിൽ നിന്ന് തന്നെ ഒന്ന് യൂസ് ചെയ്ത് നോക്കിയായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ വാൾപേപ്പറൊക്കെ കാണുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ യൂസ് ചെയ്ത് നോക്കിയാണ് വാൾപേപ്പറൊക്കെ സെറ്റാക്കി വെച്ചാണ്. അപ്പോൾ നമ്മുടെ ഫോണൊക്കെ ബൂട്ടായി വന്നിട്ടുണ്ട്. ഏകദേശം 27 സെക്കൻഡ് എടുത്തു. ഇപ്പം ഞാൻ മെമ്മറി കാർഡ് ഇൻസേർട്ട് ആക്കി വെച്ചിട്ടുണ്ട്. അതാണ് മെമ്മറി കാർഡിന് ചിഹ്നം കാണിക്കുന്നത്. ഇപ്പോൾ ഏകദേശം 57% ചാർജൊക്കെ ഉണ്ട് ഫോണിൽ തന്നെ. 4500 mAh ബാറ്ററിയാണ്. പിന്നെ ഇത് C പോർട്ടാണ്. പിന്നെ ഒരു ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്, സ്പീക്കർ ഗ്രില്ല്, പിന്നെ മൈക്ക്, പിന്നെ ഒരു ഹെഡ്ഫോൺ ജാക്ക്, പിന്നെ നോയിസ് ക്യാൻസലേഷൻ തൊട്ട് മുകളിലൊരു പിന്ന് കാണാൻ പറ്റും. പിന്നെ ഇവിടെയാണ് നമ്മുടെ സിം ട്രേ വരുന്നത്. ഒരേ സമയം 2 സിമ്മും ഒരു മെമ്മറി കാർഡ് ഇടാൻ പറ്റുന്ന സംഭവമാണ്. പിന്നെ ഇവിടെ വോളിയം ജാക്കും പവർ ബട്ടൺ നൽകിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഫോണിൻ്റെ റിവ്യൂവും കാര്യങ്ങളിലേക്ക് കിടക്കാം. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മുടെ ഫോൺ വരുന്നത് 60 ഹെർട്സിൻ്റെ AMOLED ഡിസ്പ്ലേ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇൻബിൽഡ് ഫിംഗർ പ്രിൻ്റ് ആണ്. ഫിംഗർ പ്രിൻറ്റ് സെൻസറൊക്കെ വളരെ ഫാസ്റ്റ് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ബ്രൈറ്റ്നസ് നമുക്ക് ഫുൾ ഇട്ട് വെക്കാം. ബ്രൈറ്റ്നസും കാര്യങ്ങൾക്കും ഒരു ഇഷ്യൂ ഇല്ല. ഫുൾ ബ്രൈറ്റ്നസ് നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട്. നല്ല ക്ലിയറിൽ തന്നെ കാണാൻ പറ്റും. വളരെ പെട്ടെന്ന് തന്നെ ഓണായി ചെയ്യുന്ന ഫിംഗർ പ്രിൻ്റ് ആണ്. പിന്നെ നല്ല സ്മൂത്താണ്. AMOLED ഡിസ്പ്ലേ ആണ്. 60 ഹെർട്സും ഉണ്ട്. അപ്പം ഗെയിമിങ്ങിനും കാര്യങ്ങൾക്കും നല്ല ഫോൺ തന്നെയാണ്. വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഇവിടെ 4 ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. ഫ്രണ്ട്സ്, നമ്മുടെ ക്യാമറ വരുമ്പം ഫസ്റ്റ് ക്യാമറ വെച്ചാൽ 5 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറയാണ്. സെക്കൻഡ് ക്യാമറ വെച്ചാൽ 64 മെഗാ പിക്സലിൻ്റെ റിയൽ ക്യാമറയാണ് വരുന്നത്. പിന്നെ വരുന്നത് 12 മെഗാ പിക്സലിൻ്റെ ഒരു വൈഡ് ക്യാമറയും പിന്നെ അടിയിൽ അൾട്രാ വൈഡായിട്ട് ഒരു 5 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ് വരുന്നത്. ഫ്രണ്ട്സ്, പിന്നെ ഇതിന് വരുന്നത് സോണി സെൻസറാണ് ക്യാമറ വരുന്നത്. പിന്നെ നമ്മുടെ 4500 mAh ബാറ്ററി വരുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്നാപ്ഡ്രാഗൺ 730G എന്ന പ്രോസസ്സറാണ് ഇത് വരുന്നത്. നല്ലൊരു പ്രോസസ്സർ തന്നെയാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഫോട്ടോ വെച്ചാൽ ഇതിൻ്റെ മെയിൻ ക്യാമറ 64 മെഗാ പിക്സലിൻ്റെ ക്യാമറയിൽ നിർത്തി കുറച്ച് പിക്കാണ്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക. നല്ല ക്യാമറയാണോ നിങ്ങൾ കണ്ടിട്ടുണ്ടാണെന്ന് തോന്നുന്നതെന്ന് കമൻറ്റ് ചെയ്യാം. ഇതാണ് നമ്മുടെ മെയിൻ ക്യാമറ 64 മെഗാ പിക്സലിൽ എടുത്തൊരു ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. ഇത് നല്ലൊരു ക്ലാരിറ്റി തന്നെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് കമൻറ്റ് ചെയ്യാം.
ഫ്രണ്ട്സ്, അപ്പം നമുക്ക് നേരെ വീഡിയോ ക്വാളിറ്റി നോക്കാം. ഇത് നല്ല ഇപ്പോൾ കാണുന്ന വീഡിയോസ് നമ്മൾ ഇതിൽ തന്നെ ഷൂട്ട് ചെയ്തതാണ്. 30 FPS 4K വീഡിയോസൊക്കെയാണ് ഇതൊക്കെ. അപ്പം നല്ല ക്ലാരിറ്റി നിങ്ങൾക്ക് കാണുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യാം. അപ്പം ഇത് എനിക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങൾ വെച്ച് ഇതൊരു ചെറിയ റിവ്യൂ ആണ്. ഇതിൽ ഇനിയും കുറേ കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് എനിക്കറിയാം. പക്ഷേ എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ യൂസ് ചെയ്തൊരു ചെറിയൊരു റിവ്യൂ ആണ്. ഫ്രണ്ട്സ്, അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നല്ല കിടക്കാച്ച വീഡിയോ വേണ്ടി നിൽക്കും. ഇറ്റ്സ് മീ അജു സൈനിങ് ഔട്ട്.